വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ കുറേ ആയി ഷോർട്സ് ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് പുറത്തെങ്ങോട്ടും പോകാനൊന്നുമില്ല. പക്ഷെ എനിക്ക് റീൽ എടുക്കാം. ഞാൻ കുറെ കാലമായി റീലൊക്കെ എടുത്തിട്ട്. അപ്പൊ ഞാൻ എന്തായാലും അതിനുവേണ്ടി മാറ്റാം. എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുക. അത് വെറുതെ ഇരിക്കല്ലേ, ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ടോണർ അടിക്കാം. ഡാബ് കൊടുത്തു. അടുത്തത് മോയ്സ്ചറൈസർ. അങ്ങനെ അത് വിജയകരമായി നടന്നിരിക്കുന്നു. അടുത്തത് സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ 2 ഫിംഗർ റൂളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും നടക്കണ കേസല്ല. എനിക്ക് ഇങ്ങനെ പറിക്കാനിടാം. ഓക്കെ, അപ്പം സൺസ്ക്രീൻ കഴിഞ്ഞു. അടുത്തത് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. സംഭവം ഫൗണ്ടേഷൻ ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാല് മുഖത്തിന് രസം ഉണ്ടാവില്ല. പക്ഷെ കൺസീലർ നല്ല യൂസ് ചെയ്യും. ഞാൻ കൺസീലർ ഫൗണ്ടേഷൻ മാതിരി ഫേസ് മൊത്തം അപ്ലൈ ചെയ്യും. കൺസീലർ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ അത്രയും നന്നായി അത്ര ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ പറയുക, എൻ്റെ ഫേസിലോട്ട് അധികം ഒരു ഭംഗി. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പമാണോന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ചെയ്യും. അങ്ങനെ പിന്നെ അടുത്തത് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് പിന്നെ 2 തരം ലിപ് ലൈനർ ഒക്കെ ഉണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഷെയ്ഡൊന്നുമില്ല. എനിക്കിപ്പോ എന്താ പറയാ, ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ അതിലേക്ക് വേറെ കളറൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് തൃപ്തിയാവുന്ന കളറിലാക്കി എടുക്കും. അപ്പം അതുകൊണ്ട് എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ ഓരോ മിക്സ് ചെയ്ത് എന്തൊക്കെയോ കളറാക്കി എടുക്കും. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയില് ഗെറ്റ് റെഡി വിത്ത് മീ ഇതുമായപ്പോ കുറെ പേര് ചോദിച്ചിരുന്നു ഏതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്നൊക്കെ. എനിക്കറിയില്ല പറഞ്ഞുതരാൻ. പ്രത്യേക ഷെയ്ഡ് ഇത് ഉണ്ടാക്കുന്ന ഷെയ്ഡ് അങ്ങനെ വരുന്നുണ്ടോ അറിയില്ല കേട്ടോ, അതും എനിക്കറിയില്ല. മേബി അതുകൊണ്ടായിരിക്കും. എനിക്കിങ്ങനെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കളിയാക്കും, ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ ഡാർക്ക് ആക്കുന്നത്. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇങ്ങനെ അധികം ലൈറ്റ് കളർ ഇഷ്ടമല്ല. ഞാൻ നല്ല ഡാർക്ക് ആയിട്ടുള്ള എന്താ പറയാ റെഡ്, പിങ്ക് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. എനിക്കിങ്ങനെ ബ്രൗൺ, അതായത്
റെഡ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാല് ഞാൻ അതില് ബ്രൗൺ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എന്തൊക്കെ ഒരു കളറാക്കി എടുക്കും. നിങ്ങക്കുണ്ടോ അങ്ങനത്തൊക്കെ സ്വഭാവം? എന്നാലും എനിക്കുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ലിപ്സ്റ്റിക്ക് പറ്റൂല. പിന്നെ വേറൊന്നും പറ്റില്ല. ഞാൻ കുറെ കാലം യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് തൃപ്തിയായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് തൃപ്തിയായത്. നിങ്ങൾ മിക്സ് ചെയ്തു. ഈ കളറിൽ ഞാൻ സംതൃപ്തിയാണ്. അപ്പൊ ഈ കളർ ഏതാണ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. ഞാൻ എന്തായാലും ഈ കളർ ഏതാണെന്ന് സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. അടുത്തത് മസ്കാര. മസ്കാര പറഞ്ഞ ഇതുകൊണ്ട് എനിക്ക് രണ്ട് ഉപയോഗമാണുള്ളത്. കാണിച്ചല്ലോ എന്റെ രണ്ട് ഉപയോഗം. ഇതാണ് ഇത് ഒന്ന് തന്നെ രണ്ടുപേരുടെ കയ്യില് മറ്റേത് നേരം വൈകുന്നു ഞാൻ കേട്ട് കൊറേ തട്ടിക്കൂട്ടാണ്. ഞാൻ പൊതുവെ അങ്ങനെ ഹെവി ആയിട്ടൊന്നും മേക്കപ്പും ചെയ്യാറില്ല. എന്താ പറയാ ഫേസ് കെയർ ചില സമയം ചെയ്യാറില്ല. പിന്നെ കോളേജ് പോണൊക്കെ കോലം കാണണം. അതുകൊണ്ട് കുറെ കളിയാക്കലുണ്ട്, വേറെ കാര്യം. അപ്പം ഐലൈനർ എവിടെ? ഐലൈനർ എടുത്തിട്ട് ഓക്കെ സ്വന്തം വീട്ടിൽ നമുക്ക് കണ്ണെഴുതാം. ഓക്കെ, ഇനി പൊട്ട് കുത്താം. പൊട്ടും കൂടി കുത്തി കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. ഞാന് എല്ലാത്തിക്കും പൊട്ട് യൂസ് ആക്കും. അപ്പോ ഫേസിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കട്ടെ. ഇനി ഇത് എൻ്റെ പേര് എഴുതിയിട്ട് വന്നതാണ്. സോന. ഇത് എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജിന് സെൻഡ് ചെയ്ത് തന്നാണ്. സമയം കൊള്ളാലുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ കമ്മല്, സ്ഥിരം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ടാവും. ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന കമ്മലാണ്. കളറൊക്കെ പോയി ഒരുമാതിരി കോലമായി തുടങ്ങി. എന്നാലും വരുന്നത് എനിക്ക് വേറെ ഇല്ലാഞ്ഞിട്ടല്ല, വേറെ ഒന്നും എനിക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല. ഞാൻ പുറത്ത് ഫാൻസിലൊക്കെ പോകുമ്പോ കൊറേ വാങ്ങിച്ചു കൊണ്ടുവരും. പക്ഷെ എത്രയായാലും അതിനൊന്ന് പോകും, മിസ്സായി പോകും. ഇത് മാത്രം മിസ്സായി പോകുന്നുമില്ല. ഇത് എന്താ പറയാ വേറെ ഇട്ടിട്ട് സംതൃപ്തി കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഓൾമോസ്റ്റ് ഫേസില് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെയർ ചെയ്തത് അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ മുടി കെട്ടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നെ, പക്ഷെ എനിക്ക് എന്റെ മുടി വിചാരിച്ചോടത്ത് നിൽക്കുന്ന ആളല്ലാത്തത് കൊണ്ട് വിചാരിച്ച പോലെ എനിക്ക് കെട്ടാൻ പറ്റിയില്ല. ഓക്കെ, അറിയില്ല, നമുക്ക് മുടി വെച്ചിടാം. അപ്പൊ അത്രേ ഉള്ളൂ. കൊള്ളാവോ? അപ്പൊ ഓക്കെ,
ഇനി അടുത്ത വീഡിയോ വെച്ച് ഞാൻ വരാം. ബൈ.